ഹലോ ഫ്രണ്ട്സ്, സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഹൈദരാബാദി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കറി ഉണ്ടാക്കുന്നതിനായി ഒരു ചിക്കൻ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 സബോള ഫ്രൈ ചെയ്തതാണ്. ഈ സബോള ഫ്രൈ ചെയ്തത് നമ്മുടെ എയർ ഫ്രയറിൽ വെച്ചാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും, പിന്നെ കുറച്ച് പൊടികളായി 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും. പിന്നെ അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കൈവച്ച് കുഴക്കുന്ന സമയത്ത് തന്നെ ഒരു പിടി മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിരുമ്പി മാറ്റി വെക്കാം. ഈ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്കും ഒക്കെ വളരെ കുറവാണ്, അതാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി കറി ഉണ്ടാക്കാനായി ഒരു കടായി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി സവാള വഴന്ന് വന്നാൽ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ വെച്ച് പരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് തിള വരുമ്പോൾ തന്നെ ഇതിൽ നിന്നും നല്ല ചിക്കൻ്റെ വെള്ളം ഊറി വരും. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി പൊടിക്ക് ആവശ്യമുണ്ട്. അതിനായി ഒരു പാൻ വെച്ച് അതിൽ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ ഇറച്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് തന്നെ ഇനി ഒരു 15 അണ്ടിപ്പരിപ്പും കൂടി കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർത്തെടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ തുറന്നു നോക്കിയപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ വറുത്ത് വെച്ച പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം 1/2 കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മുടെ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ചിക്കൻ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് മാറ്റി വെച്ച ഫ്രഷ് ക്രീമും നട്ട്സും കൂടിയുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു കറി തന്നെ ആയിരുന്നു കേട്ടോ. ഇന്നലെ ചൊവ്വാഴ്ച മോൾക്ക് എല്ലാ ദിവസവും 1 മണി മുതൽ 9 മണി വരെയാണ് ഡ്യൂട്ടി. അപ്പോൾ അവൾ രാവിലെ തന്നെ ഈ ചിക്കനും അതേപോലെ തന്നെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത്. അപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. കാരണം നല്ലൊരു അടിപൊളി കറി തന്നെയാണ്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റിയൊരു കറി തന്നെയാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ. നമ്മുടെ കയ്യിൽ പത്തിരിയോ അല്ലെങ്കിൽ ഇടിയപ്പോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയ അടിപൊളി കറി തന്നെയായിരുന്നു. ഞങ്ങൾ കഴിച്ചത് നെയ്ച്ചോറിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ മുകളിലായി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, മല്ലിയിലയും വിതറുന്നുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളക് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ കീറിയിടുകയോ ഒന്നും വേണ്ട കേട്ടോ. മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. മോളിപ്പോൾ 3 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, കാരണം അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് മോൻ വിളിച്ചപ്പോൾ പറഞ്ഞ് നാട്ടിൽ എല്ലായിടത്തും പനിയാണ്, മഴ വീണ്ടും വന്നു എന്നൊക്കെ. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? ഇവിടെ എല്ലാവർക്കും സുഖമാണ്. ഇനി എല്ലാവരും കമൻറ്റ് അറിയിക്കുക അസുഖവിവരങ്ങളൊക്കെ. ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.